ഞെട്ടിക്കുന്ന 3 വാർത്തയാണ് വന്നത്. ഒന്ന് ദുബായ് മാധ്യമം കൊടുത്ത വാർത്ത, അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഈ വൃത്തികെട്ട ജന്തുവിന് മയക്കുമരുന്ന് കേസുണ്ട്. അതായത് ഇവരൊരു വാർഡ് മെമ്പർ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഒരു വാർഡ് മെമ്പറിന് ഒരു മാസത്തിൽ കിട്ടുന്നത് 10,000 രൂപ സാലറിയാണ്. പക്ഷേ ഇവരെ കയ്യിൽ ആഡംബര കാറുണ്ട്. തോന്നുമ്പോൾ ഇവർ ദുബായിലേക്ക് പോകുന്നുണ്ട്. ഭർത്താവുമായി പിരിഞ്ഞ ഈ ഷിഞ്ചിത എന്ന വൃത്തികെട്ടവള് തോന്നുമ്പോൾ ദുബായിലേക്ക് പോകുന്നുണ്ട്. എവിടെ നിന്നാണ് പൈസ? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് വലിയ രീതിയിൽ മയക്കുമരുന്നിൻ്റെ ഒരു കച്ചവടമുണ്ട്. അതിൻ്റെ ഒരു വാർത്തയുടെ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനുശേഷം നമ്മുടെ ദീപകും ഡിവോഴ്സാണ്. ഓക്കെ, ഈ ദീപക് ഡിവോഴ്സാണ്. അതുകൊണ്ട് ഈ വൃത്തികെട്ടവൾ ദീപകുമായി പ്രണയം പറഞ്ഞത് ദീപക് നിരസിച്ചത് കൊണ്ടാണ് ദീപകിനെ കുടുക്കിയത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും കൂടിയുണ്ട്. അതിൻ്റെ ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി ഞാൻ വെച്ചു തരാം. അതായത് ദീപകിൻ്റെ ലൈഫ് സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗം കൂടി ഞാൻ വെച്ചു തരാം. നമുക്ക് ആദ്യം ദുബായിൽ നിന്ന് വന്ന വാർത്ത ചെറിയ രീതിയിൽ ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ. العاجل الليلة من دبي المشتبه به في قضية مقتل شنجخة مصطفى رجاء التواصل مع شرطة دبي لأي معلومات. ഓക്കെ, പറയുന്നത് ഇങ്ങനെയുള്ളൊരു ക്രൂര സ്ത്രീ ദുബായിലേക്ക് വന്നിട്ടാണ്. നമ്മുടെ മലയാളികളാണ് കേസ് കൊടുത്തതെന്ന് തോന്നുന്നുണ്ട്. ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. നല്ല കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വൃത്തികെട്ടവർ ദുബായിലേക്ക് പോയാൽ ദുബായിൽ വലിയൊരു തീമയ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണിയാണ് ഇങ്ങനെയുള്ള വാർത്ത കൊടുക്കുന്നത്. ഇവളിപ്പോൾ അതിജീവിതയല്ലേ? റിപ്പോർട്ടറിൻ്റെ മൊട്ട പറയുന്നത് ഇത് അതിജീവിത എന്നാണ്. അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹകരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വൃത്തികെട്ടവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ നോക്കൂ, പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. എന്റെ നാടാണ് പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ 1.25 കിലോമീറ്റർ ആണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്താൻ എടുക്കുന്ന സമയം. ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിലൊന്നും ഇഷ്യൂ ഉണ്ടായില്ല. അങ്ങനെ ഒരു സംഭവം നടന്നതായി ബസ് ജീവനക്കാർക്കോ ബസ് ഡ്രൈവർക്കോ യാതൊരു അറിവുമില്ല. അതുമല്ല, ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ബസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴെങ്കിലും അവിടെ ഹോം ഗാർഡ് ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് പറയാം. നമ്മൾക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവരോട് ആരോടും ഒന്നും പറയാതെ ബസ്സിനകത്ത് ഷിഞ്ചിത റീൽ എടുക്കുന്നത് പോലെ പകർത്തിയ ആ വീഡിയോ ഫുട്ടേജ് മാത്രം കയ്യിലെടുത്ത് ഷിഞ്ചിത നടന്നത്. ഇത് ഷിഞ്ചിത പറഞ്ഞതുപോലെ ആദ്യത്തെ 2 മിനിറ്റാണ് ഷിഞ്ചിത സഫർ ചെയ്തതെങ്കിൽ ഷിഞ്ചിത ആദ്യം പറയുകയുണ്ടായി, ആദ്യം മുമ്പിലുള്ള ഒരു കുട്ടിക്ക് ഇറിറ്റേഷൻ സംഭവിച്ചു, എന്നോട് ദീപക് പെരുമാറുന്നത് അതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത്. ഈ 4 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് ആയിക്കോട്ടെ, ഈ 5 മിനിറ്റ് കൊണ്ട് നടന്ന സംഭവമാണ് ഇതൊക്കെ ഷിഞ്ചിത. പ്രിയപ്പെട്ടവർ, ഈ വിഷയത്തിലുള്ള എന്റെ പ്രധാനപ്പെട്ട 3 ആശങ്കകൾ ഞാൻ പറയട്ടെ. കോഴിക്കോട് സ്വദേശിയായ ദീപക്കും വടകര സ്വദേശിയായ ഷിഞ്ചിതയും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അത് ദീപക് വന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ഏരിയ. അവിടെ വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പല കടകളിലും എത്തിച്ചത്. പക്ഷെ ഷിഞ്ചിത എന്തിനാണ് പയ്യന്നൂരിലേക്ക് വന്നത്? ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. സംശയം നമ്പർ 2, ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞ വിവരപ്രകാരം തലേ ദിവസം ദീപക് 45,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഈ 2 വിവരങ്ങളും ലിങ്ക് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് മണിയാണ്. മണി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈവൻ സ്നേഹം പോലും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷിഞ്ചിതയുടെ POV പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ പണത്തിന് വേണ്ടി ഷിഞ്ചിത എത്രയോ മാസങ്ങളായി തയ്യാറെടുത്തുണ്ടാക്കിയ ഒരു റീൽ നാടകം മാത്രമായിരുന്നു ഇത്. ഷിഞ്ചിത സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഷിഞ്ചിത കോപ്പുകൂട്ടി കാത്തിരുന്ന സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ്. തെളിവുകൾ പറഞ്ഞു വരുന്നത് ഷിഞ്ചിതയ്ക്ക് ദീപകിനെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അറിയാമെന്നാണ്. ദീപകിന് ഒരിക്കലും ഷിഞ്ചിതയെ അറിയാൻ കഴിയില്ല. ദീപകിന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഈ 2 ദിവസങ്ങളിലായി വന്ന ഫോൺ കോളുകൾ പരിശോധിക്കണം. ദീപകിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി ഈ ഷിഞ്ചിത കൈക്കലാക്കി. ആ പണത്തിനും ഫെയിമിനും വേണ്ടിയാണ് ഷിഞ്ചിത ആ വൈറൽ വീഡിയോ എടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? മണി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലുണ്ടല്ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതാവും തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് നിർത്തുന്ന. ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത്, വലിയൊരു CBI തന്നെ ഇതിനെ അന്വേഷിക്കണമെന്നാണ്. ഓക്കെ, ഇത് അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് 10,000 രൂപ മാത്രം സാലറിയുള്ള ഷിഞ്ചിത എങ്ങനെ തോന്നുമ്പോൾ ദുബായിലേക്ക് പോകുന്നുണ്ട്? ചില്ലറ കാര്യങ്ങളല്ല ദുബായിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര ടിക്കറ്റിന് പൈസ ഉണ്ട്. പിന്നെ ദുബായിൽ ഞാൻ ചെറുപ്പത്തിൽ, അതായത് +2 കഴിഞ്ഞ്, എനിക്ക് 23 വയസ്സായി. +2 കഴിഞ്ഞപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ 3 വർഷം പണിയെടുത്തിനു. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നല്ല റെൻ്റാണ്, റൂമിനും കാര്യത്തിനും ഫുഡിനും ഒക്കെ ഇഷ്ടം പോലെ പൈസ വേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു?
10,000 രൂപ മാത്രം സാലറി വരുന്ന ഇവക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഭർത്താവില്ല. അപ്പോൾ ഇവൾ വലിയ എന്തോ ഒരു ലഹരി വേട്ടക്കാരിയാണ്, എന്തോ വൃത്തികെട്ട ഒരു പണി ഇവൾക്കുണ്ട് എന്ന് ഉറപ്പാണ്. നമുക്കെന്തായാലും ദീപകിൻ്റെ ജീവിതകഥയുമായി, അതായത് ദീപക്കും ഡിവോഴ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, അത് കേട്ടുകൊണ്ട് ബാക്കി ചർച്ച ചെയ്യാം. ഓക്കെ. 42 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു. കല്യാണം കഴിച്ചു. അവന് പാലക്കാട്ടിലൊരു ഇതായിരുന്നു, ഫാമിലി ആയിട്ടിരുന്നു, അലയൻസ് ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചു. അത് ഡിവോഴ്സായി. അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സ് ആയിരുന്നു. കാരണം വെച്ചാൽ ആ ലേഡിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന ജീവിതമായിരുന്നു ആവശ്യം. അപ്പോൾ അവൻ കല്യാണം കഴിഞ്ഞു. അവൻ 10 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയാൽ ദുബായിലേക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഇവിടെ ആ ലേഡിക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അവർ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. ദീപകിനെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ലോകം. അപ്പം അവരെ വിട്ടിട്ടൊരു വേറൊരു പരിപാടിക്ക് അവൻ പോകാറുമില്ല. അങ്ങനത്തെ ഒരു ലൈഫായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ആ പെൺകുട്ടി വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള കൺഫർമേഷൻ ഇല്ലാത്ത ന്യൂസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതെ, നമ്മളും അറിഞ്ഞു ഇങ്ങനെ കുട്ടി എബ്സ്കോണ്ട് ആയിട്ടുണ്ടെന്ന് കേട്ടു, ഇവിടെ സ്ഥലത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ റിയാലിറ്റി നമുക്കും അറിയില്ല. എന്തായാലും അവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവരെവിടെ പോയി കഴിഞ്ഞാൽ അവർ ഇതിനെ ഹോണ്ട് ചെയ്ത് വിട്ടിരിക്കും. എന്ന് വെച്ചാൽ അവർ ചെയ്ത അത്രയും വലിയൊരു ക്രൈമാണ്. അവർ ചെയ്തൊരു മെസ്സേജാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആളെ മുഖം ബ്ലർ ചെയ്തിട്ട് ആൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവർ പരാതിയായിട്ട് നടക്കണമായിരുന്നു. പരാതിയായിട്ട് മൂവ് ചെയ്തിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്ത ഒരാളെ അവരിതിലേക്ക് വലിച്ചിടുമ്പോഴുണ്ടാവുന്ന ഇതാണ്. ആ ലേഡി ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, അവർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, മുന്നേ ഉണ്ടായിരുന്ന വേറൊരു സ്ത്രീക്ക് ഇതേ അനുഭവം കണ്ടു, അവർ ഹഗ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അതായത് ഒട്ടിയൊരുമി നിൽക്കുന്ന രീതിയിൽ കണ്ടു. എന്തുകൊണ്ട് ആ വീഡിയോ അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല? അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആ സമയത്ത് അവർ പ്രതികരിക്കേണ്ടത്. പകരം അവരതിന് പോയിട്ട് നിന്ന് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ആ ലേഡി ചെയ്ത വലിയൊരു തെറ്റതാണ്. പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ലോ മോഷനിലാക്കിയിട്ട് ഇടുമ്പോൾ ഡ്യൂറേഷൻ കൂടും. ഓക്കെ, എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട പ്രധാന കാര്യം ഒന്ന്, എന്തുകൊണ്ടാണ് ഷിൻജിത്ത ഇത്രയും ദൂരം യാത്ര ചെയ്തു? ഷിൻജിത്തക്കും ഈ പറയുന്ന നമ്മുടെ ദീപകിനും മുമ്പ് പരിചയമുണ്ടായിരുന്നോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ഇല്ലെങ്കിൽ ഒരാളിങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് വെറുതെ ചതിക്കോ? വെറുതെ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് കുടുക്കിയതാണ്. അതായത് ഇവൻ കുടുങ്ങണമെന്ന് അറിഞ്ഞിട്ട് കുടുക്കിയതാണ് ഈ പെൺകുട്ടി എന്നല്ല, ഈ വൃത്തികെട്ട സ്ത്രീ ഉണ്ടല്ലോ, ഇവള് 2 വീഡിയോ ആണ് ഇതിനെക്കുറിച്ച് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അതായത് ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇവരെ റിച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. രണ്ടാമത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർ വീണ്ടും വീഡിയോ ഇടുകയാണ്, അയാൾ എന്നെ കയറി പിടിക്കുന്നത്. അത് കണ്ടിട്ടാണ് നമ്മുടെ ദീപക് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ചിലർ പറയുന്നത്, അതായത് ദീപകും ഡിവോഴ്സാണ്, ഇവളും ഡിവോഴ്സാണ്, അതുകൊണ്ട് ഇവളൊരു കാമഭ്രാന്തിയാണ്, കടിയത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവൾ പ്രണയം ഇദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, അദ്ദേഹം അത് നിരസിച്ചു, അതിൻ്റെ പ്രതികാരമായിരിക്കും ഇവൾ ചെയ്തത് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദുബായ് പോലീസ് ഇതിനെ സഹകരിക്കണമെന്നാണ്. അത്തരത്തിലുള്ള കൊടും ക്രിമിനലിനെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണം. അവളുള്ളത് കറാമയിലാണ്. ഓക്കെ, ദുബായിൽ കറാമയിലാണ് ഈ വൃത്തികെട്ട സ്ത്രീ ഉള്ളത്. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പും കൂടി ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങൾ കേൾക്കും. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം, കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അവർ കണ്ണൂരിലുള്ളവർ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാണ്. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവളിവിടെ ഉണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഈ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവളുള്ളത് കറാമയിലാണ്, ദുബായിൽ കറാമയിലുള്ളതാണ്. അവിടുത്തെ പോലീസ് ഇവരെ നാട്ടിലേക്ക് എത്തിച്ച് നമ്മുടെ കേരള പോലീസിന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കേരള പോലീസ് ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉള്ളതുപോലെ പറയുകയാണ്, ഈ കേസിനെ ഇതുവരെയും ഗൗരവമായി എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ഓക്കെ, നല്ല രീതിക്ക് ഈ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവള് ദുബായിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഒരു പെണ്ണിനെ പിടിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെങ്കിൽ എന്തിനാണ് കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് ഇവർ കാപ്പിയിട്ട് നടക്കുന്നത്? ആദ്യം തന്നെ പിടിക്കണ്ടേ? അതായത് കേരള പോലീസ് ഇതുവരെയും ഈ കേസിനെ നല്ല രീതിക്ക് എടുത്തിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതായത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ദുബായിൽ പോലീസുമായി ദുബായിലേക്ക് പോയിട്ട് അവളെങ്ങനെ നാട്ടിലെത്തിക്കുന്ന ഒരു ശ്രമം നടക്കി വലിയ ക്രൂരതയാണ്. അതായത് ഇവൾ വെറും ചെറ്റയാണ്. ഇവളെ നമ്മളിങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇത് ഭാവി കേരളം വലിയ പ്രശ്നത്തിലേക്ക് എത്തും. ഇവൾ ഇനിയും കൊടുക്കൂല നമ്മൾ എങ്ങനെ അറിയും? അതായത് ഇവരുടെ നാട്ടുകാർ പറയുന്നത് ഇവൾ നിരന്തരം ഇവരുടെ പണി തന്നെ ഇത് തന്നെയാണെന്നാണ്. ആ മുസ്തഫ എന്ന് പറയുന്ന ആ ചെങ്ങ ഇവളെ ഒഴിവാക്കിയത് ഇത് തന്നെയാണ്. ഇവൾ ഒന്നാമത് കടിയത്തിയാണ്. എല്ലാവരെ കാണുമ്പോൾ ഇവർക്കൊരു സംശയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് CBI അന്വേഷിച്ചുകൊണ്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് അന്വേഷിക്കണം. എവിടെ നിന്നാണ് ഇവൾക്ക് ഇത്രയും പൈസ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസയാണ് ഇവളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ സാധാരണക്കാർക്ക് തോന്നിയപ്പോൾ ദുബായിൽ പോകാൻ പറ്റുമോ? വിസ കിട്ടോ? അവളുടെ ഫ്ലാറ്റിലേക്ക് ഒരു മാസത്തിൽ മിനിമം 3000 2500 ദിർഹമാണ് ഒരു സാധാരണ ഒരു നോർമലായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ, വലിയ ആൾക്കാരല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ 2500 ദിർഹം ഒരു മാസത്തിൽ കൊടുക്കണം. 2500 ദിർഹം എന്ന് പറയുമ്പോൾ ആയല്ലേ എത്ര നല്ലൊരു എമൗണ്ടായി.
ഓക്കെ. അതിനുശേഷം ഫുഡ്, അത് ചിലവ്, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസത്തിൽ മിനിമം ഒരു 4-5,000 റിയാൽ ദിർഹം അവിടെ ചിലവിന് വേണ്ടി വരും. ഇതൊക്കെ ഇവളെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് പൈസ? വെറും 10,000 രൂപ മാത്രം സാലറി ഉള്ള ഒരു മെമ്പറിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും, ഭർത്താവ് ഉണ്ടെങ്കിൽ പറയാം ഭർത്താവിൻ്റെ കീഴിൽ പോയതും, ഇതല്ല ഭർത്താവില്ല ഏതോ കാമുകന്മാരെ കാണാൻ പോകുന്നതാണോ മറ്റേ വൃത്തികെട്ട രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. അത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. എന്തായാലും ഇതിനെ നമ്മൾ കൊണ്ടുവരണം. ഇവൾ എവിടെ നിന്നാണ് ഇത്രയധികം പൈസ ഉണ്ടാക്കുന്നത്? ദീപകിന് ഇവൾക്ക് മുമ്പ് അറിയുമായിരുന്നോ? ഒരു മാസത്തോളം, അതായത് ചില വാർത്ത വരുന്നുണ്ട്, ഒരു മാസത്തോളം പദ്ധതി ഇട്ടാണ് ഇവൾ ദീപകിനെ കുടുക്കിയത് എന്നൊക്കെ. അതായത് ദീപക് മരിക്കുന്നതിന് തലേ ദിവസം 45,000 രൂപ ദീപകിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഇവൾക്ക് കൊടുത്തതാണോ? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും, അതായത് പെണ്ണുങ്ങളല്ലേ എങ്ങനെ വേണമെങ്കിലും കൊടുക്കും. ചിലർ കമൻ്റ് ഇട്ട് പറയുന്നത്, അതായത് പ്രണയം, ഈ വൃത്തികെട്ട സ്ത്രീ പ്രണയം ഇയാളോട് പറഞ്ഞത് കൊണ്ട്, ഇയാളത് നിരസിച്ചത് കൊണ്ടാണ് കുടിക്കുകയെന്നാണ്. അപ്പോൾ കേരള പോലീസ് നിങ്ങളോടാണ് ഇതിനുള്ള ഉത്തരം തരേണ്ടത്. എത്രയും പെട്ടെന്ന് ദുബായിൽ നിന്ന് അവളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്ത് അവളെ തൂക്കിലെത്തണമെന്നേ പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.